ഫാന്റസി ഗുരു ഗെയിം വീക്ക് 27 സാധ്യതയെ പറ്റി സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിം വീക്ക് 27 ആണ്. ഈ ഗെയിം വീക്ക് 27ന്റെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് FA കപ്പിന്റെ 5th റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെ ഇനിയുള്ള ഗെയിം വീക്കുകളിൽ ഇമ്പാക്ട് ഉണ്ടാക്കും നോക്കാം. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ FA കപ്പ് 5th റൗണ്ട് റിസൾട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതായിരുന്നു ഗെയിം വീക്ക് 29 ഏത് രീതിയിലായിരിക്കും വരിക എന്നുള്ളതിന് തീരുമാനിക്കുന്നത്. FA കപ്പ് 5th റൗണ്ട് കഴിഞ്ഞപ്പോൾ ഗെയിം വീക്ക് 29ന്റെ പൂർണ്ണമായ പിക്ചർ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് 4 കളികൾ മാത്രമായിരിക്കും ഗെയിം വീക്ക് 29 ഉണ്ടാവുള്ളൂ. 10 കളികൾ 4 കളിൽ മാത്രം കളിക്കുന്നു. ബാക്കിയുള്ള 6 കളികളും ബ്ലാങ്ക് ആയിരിക്കും. കളികളുടെ ടീമുകൾ ബേൺലി വേഴ്സസ് ബ്രെൻഫോർഡ് കളി ഉണ്ടാവും, ഫുൾഹാം സ്പേഴ്സ് ഉണ്ടാവും, ലൂട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ടാവും, വെസ്റ്റ് ഹാം ആസ്റ്റൺ വില്ല ഉണ്ടാവും. ഇതിന് കൂടെ വരാൻ സ്ലൈറ്റ് ചാൻസ് ഉണ്ടായിരുന്ന ബോൺമൗത്ത് വോൾസ് ആയിരുന്നു. ബോൺമൗത്ത് തോറ്റു, പക്ഷെ വോൾസ് ജയിച്ചുകൊണ്ട് ആ കളിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വെറും 4 കളികൾ മാത്രമായിരിക്കും ഗെയിം വീക്ക് 29 ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സീസൺ ഏറ്റവും പിന്നെ ബ്ലാങ്ക് ആയിരിക്കും ഗെയിം വീക്ക് 29. അതിന് എല്ലാവരും പ്രിപ്പയർ ആയിക്കൊള്ളാം. അതുപോലെ FA കപ്പ് 5th റൗണ്ട് കഴിഞ്ഞതിന് ശേഷം FA കപ്പ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പും വന്നിട്ടുണ്ട്. ഈ FA കപ്പ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് വരുമ്പോൾ മറ്റൊരു ഗെയിം വീക്ക്, അതായത് ഗെയിം വീക്ക് 34നെ FA കപ്പ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് വെച്ച് ഏറെക്കുറെ ആ ഒരു 34 ഗെയിം വീക്ക് എങ്ങനെ വരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ഗെയിം വീക്ക് 34 സമയത്താണ് FA കപ്പ് സെമി ഫൈനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ FA കപ്പ് സെമി ഫൈനൽ ടീമുകൾക്ക് ഗെയിം വീക്ക് 34 ചില മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഗെയിം വീക്ക് 34 ഒരു ബ്ലാങ്ക് ഗെയിം വീക്ക് ആവാനുള്ള ചാൻസ് ഇല്ല. ഇവൻ ദോ ആ സെയിം വീക്ക് തന്നെ FA കപ്പ് സെമി കിടക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ FA കപ്പ് സെമി ഫൈനൽ നടന്നാലും അത് കഴിഞ്ഞുള്ള ആഴ്ചയിൽ മിഡ് വീക്ക്, അതായത് അതിന് ശേഷമുള്ള ചൊവ്വ ബുധൻ ദിവസങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ ഈ ഏതെങ്കിലും സെമി ഫൈനൽ കളിക്കുന്ന ടീമുകൾക്ക് ആഴ്ച കളിനെ അത് മാറ്റി ബുധനാഴ്ചത്തേക്ക് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ്സ് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്ത് ത്രൂ ഔട്ട് തേഴ്സ്ഡേ വരെ നീണ്ടിരിക്കുന്ന ഒരു ഗെയിം വീക്ക് ആയിരിക്കും ഗെയിം വീക്ക് 34 എന്ന് പറയാൻ സാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 34 ബ്ലാങ്ക് ആകില്ല. എന്നാൽ ചില കളികൾ സാറ്റർഡേ സൺഡേക്ക് പകരം വെനസ്ഡേയിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ചില കളികൾ കൺഫേം ആണ്. അതായത് ആസ്റ്റൺ വില്ല ബോൺമൗത്ത്, ക്രിസ്റ്റൽ പാലസ് വെസ്റ്റ് ഹാം, എവർട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ലൂട്ടൺ ബ്രെൻഫോർഡ്, ഷെഫീൽഡ് ബേൺലി, ഈ തരം കളികളൊക്കെ 34 സാധാരണ സമയത്ത് നടക്കും. എന്നാൽ ബാക്കിയുള്ള കളികൾ ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിൽ 34 ഗെയിം വീക്ക് തന്നെ ബ്ലാങ്ക് ആകാതെ തന്നെ ആ കളികൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കൂടെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഈ സാറ്റർഡേ സൺഡേ കളിക്കുന്ന ടീമുകളുടെ ഏതെങ്കിലും പ്രീവിയസ് കളികൾ റീഷെഡ്യൂൾ ചെയ്യണം, എസ്പെഷ്യലി ഗെയിം വീക്ക് 29 കളികൾ റീഷെഡ്യൂൾ ചെയ്യാനുണ്ടെങ്കിൽ അതും ഈ 34 മിഡ് വീക്കിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതാനും ചില ടീമുകൾക്ക് ഒരു ഡബിൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതാണ് FA കപ്പിന്റെ റിസൾട്ടും അവരുടെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പും വെച്ച് നമുക്ക് ഗെയിം വീക്ക് 34 ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയാനുള്ള ഒരു കാരണം. നമ്മുടെ ഇപ്പോൾ ഇനീഷ്യൽ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ബ്ലാങ്ക് ഗെയിം വീക്ക് 29 തന്നെയായിരിക്കണം. സോ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പൊതുവായിട്ടുള്ള ഇഞ്ചുറി ന്യൂസിലേട്ടാണ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹീച്ചാൻ ഇഞ്ചുർഡ് ആയിട്ടുണ്ട്. FA കപ്പിൽ ഹീച്ചാൻ ഇഞ്ചുറി ആയിട്ട് നേരത്തെ പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതൊരു നീ ഇഷ്യൂ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുള്ളിക്ക് പുതിയൊരു ഇഞ്ചുറി വന്നിരിക്കുന്ന ഒരു ഹാംസ്ട്രിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത കളിയിൽ ഹീച്ചാനിലെ സർവീസ് അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡൗട്ട്ഫുൾ തന്നെയാണ്. ഹീച്ചാൻ ചിലപ്പോൾ അടുത്ത കളി കളിക്കാൻ സാധ്യതയില്ല, അതെല്ലാവരും ശ്രദ്ധിച്ചോളാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സല ആൻഡ് ഡാർവിൻ, ഈ 2 മെയിൻ അസറ്റുകളാണ്. FA കപ്പിലെ ടീമിൽ പോലും ഇല്ലായിരുന്നു. അടുത്ത കളി കളിക്കുമെന്നുള്ള കാര്യത്തിൽ ക്ലോപ്പിന് ഇപ്പോഴും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സലയെ വാങ്ങാൻ വേണ്ടി അത്ര ഇങ്ങോട്ട് ബുദ്ധിമുട്ടി ഒരു ബൈയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു മൈനസ് ട്രാൻസ്ഫർ ഒക്കെ നേടി സലയെ തൽക്കാലം വാങ്ങേണ്ടതില്ല. കാരണം വെച്ചാൽ സല ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ടാണ്. ഇനിയിപ്പോൾ ഇറങ്ങിയാൽ തന്നെ ഫസ്റ്റ് ഹാഫിലായിരിക്കും സെക്കൻഡ് ഹാഫിലാണോ കാര്യത്തിൽ ഡൗട്ടിൽ താഴെ തന്നെ ഫിറ്റ്നസ്സിൽ വലിയ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സല ബൈ ചെയ്യാൻ നിൽക്കുന്നവർ ആ ഒരു ഡിസിഷൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. സലയ്ക്ക് വേണ്ടി വലിയ വലിയ സാക്രിഫൈസുകൾ ചെയ്യാതിരിക്കുക. അതാണ് സലയുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ സോളങ്കി FA കപ്പിൽ ബോൺമൗത്തിന് വേണ്ടി കളിച്ചില്ല. നമ്മൾ അറിയാൻ കഴിഞ്ഞത് നീ ഇഞ്ചുറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരുടെ കോച്ച് പറയുന്ന പ്രകാരം സോളങ്കിയുടെ ഇഞ്ചുറി അത്ര വലിയ ഇഞ്ചുറി അല്ല. അതുകൊണ്ട് തന്നെ സോളങ്കി അടുത്ത കളിയിലായിട്ട് ചിലപ്പോൾ അവൈലബിൾ ആവുന്ന ചാൻസ് കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ സോളങ്കിയുടെ ന്യൂസ് ഡെഡ് ലൈന് മുമ്പായിട്ട് നമുക്ക് പ്രസ് കോൺഫറൻസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് പുള്ളി ഒരു ഹിന്റ് എങ്ങനെ തരും സോളങ്കി അവൈലബിൾ ആണോ അല്ലെന്ന്. അപ്പോൾ ആ ഒരു ഡിസിഷൻ നമുക്ക് തൽക്കാലം സോളങ്കിയുടെ ഡിസിഷൻ തൽക്കാലം കീപ്പ് ചെയ്യുക. ലാസ്റ്റ് മൊമെന്റ് നമുക്ക് പ്രസ് കോൺഫറൻസ് ഡെഡ് ലൈന് മുമ്പ് വരുന്നുണ്ട്. അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോട്ട്മാൻ ന്യൂകാസ്റ്റിന് വേണ്ടി FA കപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ടീമിലില്ലായിരുന്നു. പക്ഷെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ബോട്ട്മാൻ ഇഞ്ചേർഡ് അല്ല, ഒരു നോർമൽ റെസ്റ്റിംഗ് എന്ന രീതിയിൽ മാത്രമാണ് ടീമിലെടുക്കാൻ. നെക്സ്റ്റ് കളിയിൽ ബോട്ട്മാന്റെ സർവീസ് അവൈലബിൾ ആയിരിക്കും. സോ ബോട്ട്മാൻ ഓണേഴ്സ് നിരാശപ്പെടേണ്ട കാര്യമില്ല, ബോട്ട്മാൻ അവൈലബിൾ ആയിരിക്കും. പിന്നെയുള്ളൊരു മറ്റൊരു അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സർപ്രൈസ് ചെയ്തത് എസ്റ്റുപിനാൻ ബ്രൈറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ ടീമിനും മിക്കവരും ടീമിനുണ്ടായിട്ട് കളിക്കാരുന്ന എസ്റ്റുപിനാൻ FA കപ്പിൽ ബ്രൈറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സെയിം ടൈം തരിക് ലാംപ്റ്റി ഉണ്ടായിരുന്നില്ല. സോ
പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് താരിഖ് ലാംറ്റിക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, പക്ഷെ വളരെ മൈനർ ഇഞ്ചുറി ആണ്. നെക്സ്റ്റ് ഗെയിം വീക്കിൽ ലാംറ്റി അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ റീസെന്റ് ആയിട്ട് നടന്ന ഇവന്റ്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ലാംറ്റി തന്നെയായിരിക്കും അവരുടെ പ്രിഫേർഡ് ഓപ്ഷൻ. എസ്റ്റൂപ്പിനാൻ ബെഞ്ചിൽ തന്നെയായിരിക്കും. സോ എസ്റ്റൂപ്പിനാൻ ഓണേഴ്സിനെ സംബന്ധിച്ച് ഐ തിങ്ക് യു ക്യാൻ ലുക്ക് ഫോർ എ ഓൾട്ടർനേറ്റീവ്. എസ്റ്റൂപ്പിനാനെ വിൽക്കാനുള്ള സമയമായിരിക്കുന്നു. താരം സെർബിയയുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള കളിയല്ല കളിക്കുന്നത്. എക്സ്പെഷ്യലി ഡിഫൻസീവില് പുള്ളി വളർന്നവരാണെന്നൊരു തോന്നൽ സെർബിക്കുണ്ട്. സെർബിയ റിവീലും ചെയ്തായിരുന്നു. സോ എസ്റ്റൂപ്പിനാൻ ഓണേഴ്സിന് മറ്റ് പല അസറ്റുകളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എസ്റ്റൂപ്പിനാനെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹാസ് ടു ബി ഗബ്രിയൽ. ആഴ്സണലിന് 29 കളിയില്ല, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഫ്രീ ഹിറ്റ് 29 ആണ് പ്ലാൻ ചെയ്തതെങ്കിൽ നിങ്ങളുടെ ടീമിന് ഗബ്രിയലിനെ വാങ്ങി വയ്ക്കാം. അതല്ലെങ്കിൽ എടുത്തു ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ സെനേസിയാണ്, ഈ ബോൺമോത്തിന്റെ സെനേസി നമ്മൾ ബോൺമോത്തിന് ഈ ഡബിൾ ഗെയിമിംഗ് 28 വളരെ 2 മികച്ച ഫിക്സേഴ്സ് ആണ് വരുന്നത്. ലൂട്ടനായിട്ട് ഷെഫീൽഡായിട്ട് തീർച്ചയായിട്ടും ക്ലീൻ ഷീറ്റ് വരാൻ സാധ്യതയുള്ള ഇതാണ്. ഈ സെനേസി എന്ന് പറയുന്നത് മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന കളിക്കാരാണ്. മിക്കവരും ടീമിന് ഓൾറെഡി ഡെത്ത് വെച്ചിട്ടുണ്ട്. 4.8 മില്യൺ എന്താണ് സെനേസിയുടെ വില. അപ്പോൾ സെനേസി തീർച്ചയായിട്ടും ടീമിനായിട്ട് എടുക്കാൻ കഴിയും. പക്ഷേ ഈ സെനേസിനെ ടീമിനായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ പ്ലെയർ ഈസ് ഓൾറെഡി ഓൺ 8 യെല്ലോ കാർഡ്സ്. 2 യെല്ലോ കാർഡ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗെയിം പുള്ളി ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ സെനേസി എടുക്കുമ്പോൾ ആ 8 യെല്ലോ കാർഡിന്റെ കാര്യം മനസ്സിൽ വയ്ക്കുക. അതല്ലാത്ത പക്ഷം മികച്ച ഫിക്സേഴ്സ് ആണ്, മികച്ച അറ്റാക്ക് റിട്ടേൺ തരുന്നൊരു ഡിഫൻഡർ തന്നെയാണ് സെനേസി. ഇനിയിപ്പോൾ സെനേസി അല്ല ബോൺമോത്തിന് മറ്റൊരു ഡിഫൻഡർ നോക്കണമെങ്കിൽ 4.5 വരെയുള്ള സബ്രാനി എന്ന് പറഞ്ഞ ഡിഫൻഡറാണ്. എനിക്ക് ആ താരപറ്റി കൂടുതൽ അറിയില്ല, പക്ഷേ മിക്കയിടത്തും കണ്ടൊരു പ്ലെയർ ആണ് സബ്രാനി. 4.5 മില്യണ് ബോൺമോത്ത് ഡിഫൻസ് നോക്കുന്നുണ്ടെങ്കിൽ. അതല്ലാതെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഡോഗട്ടി മിക്കവരും ടീമിനുണ്ട്. ലൂട്ടന് പ്ലെയർ ആണ്. ക്ലീൻ ഷീറ്റ് നോക്കണ്ട, പക്ഷേ അറ്റാക്കിങ്ങിൽ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ഡോഗട്ടി നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന പേര് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി ഞങ്ങളുടെ ഗെയിം വീക്കുകൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഡാനിയൽ മുനോസ് 4.5 മില്യൺ വിലയുള്ള ക്രിസ്റ്റൽ പാലസിന്റെ വിങ് ബാക്ക് ആണ്. ഈ എന്തുകൊണ്ട് ക്രിസ്റ്റൽ പാലസിന്റെ വിങ് ബാക്ക് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലിട്ട് വരുന്നു വെച്ചാൽ, ഒന്ന് ക്രിസ്റ്റൽ പാലസിനെ സംബന്ധിച്ചവരും അവരൊരു പുതിയ കോച്ചാണ് വന്നിരിക്കുന്നത്. റോയ് ഹോട്ട്സൺ പോയ വിടവിലായിട്ട് വന്നിരിക്കുന്നത് പഴയ ഫ്രാങ്ക്ഫർട്ടിന്റെ കോച്ചായിട്ടുള്ള ഗ്ലാസ്നർ ആണ്. ഈ ഗ്ലാസ്നറിന്റെ ഒരു സിസ്റ്റം നമ്മൾ നോക്കുവാണെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഗോൾ അടിക്കാനുള്ള തന്ത്രമാണ് ഗ്ലാൻസറിനുള്ളത്. എക്സ്പെഷ്യലി വിങ് ബാക്കിനെ പുള്ളി കൂടുതലായിട്ട് അറ്റാക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്മളീ പറഞ്ഞ ഡാനിയൽ മുനോസ് പഴയ ജങ്കിന്റെ പ്ലെയറാണ്. ലാസ്റ്റ് സീസൺ ഈ വാസ് ഇൻ ജങ്ക്. കഴിഞ്ഞ സീസണിൽ പുള്ളി 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അതിന് തന്നെ ഫസ്റ്റ് ഹാഫ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ 5 ഗോളുകൾ അടിച്ചൊരു താരമാണ്. അതായത് ഒഫൻസീവില് വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു കളിക്കാരനാണ് ഡാനിയൽ മുനോസ് എന്ന് പറയുന്നത്. ടോട്ടനാമിന്റെ കളി കഴിഞ്ഞാൽ ലോട്ടിനായിട്ടുള്ള വളരെ ജ്യൂസി ഫിക്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പുതിയ കോച്ചിന് കീഴിൽ കളിക്കുന്ന ഒരു ക്രിസ്റ്റൽ പാലസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഡീസന്റ് ഫിക്സേഴ്സ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഡാനിയൽ മുനോസിനെ മേടിച്ചു വയ്ക്കാം. അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ഗെയിം വീക്കിൽ ഓപ്പോസിഷൻ ബോക്സിലെ ഏറ്റവും കൂടുതൽ ടച്ചസ് നടത്തിയ ഡിഫൻഡേഴ്സിന് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3ാം റാങ്കും ഈ ഡാനിയൽ മുനോസിനുണ്ട്. സോ ഇതൊരു പുതിയ അസറ്റ് ആണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു അസറ്റ് തന്നെയാണ്. ഇനി അതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എസ്റ്റൂപ്പിനാന് പകരമായിട്ട് മേടിച്ചു ചെയ്യാൻ കഴിയുന്ന താരങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പറയുന്നത്. ഇനി അതല്ലാത്ത പക്ഷം ഗെയിമിംഗ് 27 സ്പെസിഫിക് ആയിട്ട് മേടിച്ചു ചെയ്യാൻ കഴിയുന്ന താരങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് 1 പ്ലെയർ, ദാറ്റ് ഇസ് ഹ്യൂമിങ്സൺ ഫ്രം ടോട്ടൻഹാം ഹോട്ട്സ്പർ. നമ്മൾ കുറച്ച് കാലമായിട്ട് മേടിക്കാതിരുന്ന പ്ലെയറാണ്. പക്ഷേ നിങ്ങളൊരു റാങ്ക് ചേസിലൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ബൈ സൺ. ഒന്നാമത്തെ കാര്യം ഈസി റൺ ഓഫ് ഫിക്സേഴ്സ് വരുന്നു. രണ്ടാമത്തെ കാര്യം മാഡിസൺ ഈസ് ബാക്ക്. മൂന്നാമത്തെ കാര്യം ടോട്ടൻഹാം ഇസ് എ വെരി അറ്റാക്കിംഗ് ടീം. അവരുടെ കോച്ചിന്റെ ഒരു പ്രത്യേകത കാര്യം എന്ത് വില കൊടുത്ത് അറ്റാക്ക് ചെയ്യും. നാലാമത്തെ കാര്യം ഹീസ് ഓൺ പെനാൽറ്റി. സോ നിങ്ങൾക്കൊരു റാങ്ക് ജമ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഇസ് ടൈം ടു ബൈ സണ്ണ്. അതാണ് നമ്മൾ എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ. ഇനി അതല്ലാതെ നമുക്ക് എടുത്തു വയ്ക്കാൻ മറ്റൊരു പ്ലെയർ ഗെയിമിംഗ് 27 എക്സ്പെഷ്യലി കാൾട്ടൺ മോറിസ് ആണ്. ലൂട്ടനാണ് 5.1 മില്യൺ ആണ് വില. ഗെയിമിംഗ് 27 ഗെയിമിംഗ് 28 ഡബിൾ ഗെയിമിംഗ് വരുന്നു. സോ തീർച്ചയായിട്ടും എടുത്തു വയ്ക്കാൻ മുതലാവുന്നൊരു പ്ലെയർ ആണ്. എക്സ്പെഷ്യലി ഇപ്പോൾ സോളാങ്കി ഔട്ടാകുന്നൊരു വാർത്ത കേൾക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി സോളാങ്കി ടു മോറിസിയാൻ മടിക്കേണ്ട കാര്യമില്ല. മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരമാണ്. ഈ ഇറങ്ങിയ കളികളിലൊക്കെ 13 കളികൾ അറ്റാക്ക് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. താരത്തിന് ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 0.44 XGA എക്സ്പെക്ട് ഗോൾ ഇൻവോൾവ്മെന്റ് 90 മിനിറ്റ്സ് എന്നുള്ളത് ഒരു ഡീസന്റ് സ്റ്റാറ്റ്സ് തന്നെയാണ്. ഡബിൾ ഗെയിം വീക്ക് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ മോറിസിന് എടുത്തു ചെയ്യാൻ കഴിയും. എക്സ്പെഷ്യലി നിങ്ങൾ ടീമിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു റാങ്ക് ചേസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടെംപ്ലേറ്റ് ഫോർവേഡിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജമ്പ് ഉണ്ടാകാൻ കഴിയില്ല. ലെറ്റ്സ് ഈ പറഞ്ഞ ടോണി വാക്കിങ്സ് ഹാലണ്ടൊക്കെ എല്ലാവരും ടീമിനുണ്ടാവും. സോ അതിനകത്ത് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാം. എന്നാൽ സെയിം ടൈമിൽ വലിയ റിസ്ക്കും ഇല്ലാത്തൊരു പ്ലെയറെ നോക്കുന്നെങ്കിൽ മോറിസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഗോ ഫോർ മോറിസ് ആണ് പറയാനുള്ളത്. പിന്നെ
ഫിക്സേഴ്സ് നോക്കിക്കോളൂ, ഈസി റൺ ഓഫ് ഫിക്സേഴ്സ് ആണ് വരുന്നത്. വില്ല, ക്രിസ്റ്റൽ പാലസ് വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ബോൺമൗത്ത്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. സോ ഒരു 32 വരെയൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ഡാനിയൽ മോറിസ്. സോ ഇതാണ് മെയിൻ ആയിട്ട് എടുത്തു വെക്കേണ്ട പ്ലെയറാണ് അല്ലെങ്കിൽ ഈ ഗെയിം വീക്ക് 27 ടാർഗറ്റ് ചെയ്യേണ്ട പ്ലെയേഴ്സ്. ഓൺ ടോപ്പ് ഓഫ് നമ്മുടെ യൂഷ്വൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ഉണ്ട്. വാക്കിങ്സ്, ഹാളണ്ട്, അവരൊക്കെ എല്ലാവരുടെ അടുത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാത്തത്. ഇനി നമ്മൾ ക്യാപ്റ്റൻസിയിലോട്ട് വന്നാൽ ആരെ ക്യാപ്റ്റൻ ആക്കണം എന്ന് വെച്ചാൽ, ഗെയിം വീക്ക് 26 കഴിഞ്ഞപ്പോൾ ആടെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ പേര് പല സൈറ്റുകളിലും പോൾ ചെയ്തിരുന്ന സാക്കയാണ്. എന്നാൽ FA കപ്പ് കഴിഞ്ഞപ്പോൾ പോൾ നേരെ തിരിഞ്ഞു ബാക്ക് ടു ഹാലണ്ട്. ബിക്കോസ് നമുക്കറിയാം ഹാലണ്ട് കഴിഞ്ഞ ദിവസം 5 ഗോൾ അടിച്ചു, കെവിൻ ഡി ബ്രൂയിൻ 4 അസിസ്റ്റ് കൊടുത്തു. സോ വീണ്ടും ക്യാപ്റ്റൻസി പോളിൽ മിക്ക സൈറ്റുകളിലും കാണുന്നതും മിക്ക എക്സ്പേർട്സും ഒപ്പീനിയൻ പറയുന്നതും ഹാലണ്ട് അഗൈൻസ്റ്റ് യുണൈറ്റഡ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതല്ലാത്ത പക്ഷം സാക്ക വേഴ്സസ് ഷെഫീൽഡ് യുണൈറ്റഡ്. ഷെഫീൽഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, ഈ ആഴ്ച ഷെഫീൽഡിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സാക്ക ഇസ് ഇൻ വെരി ഗുഡ് ഫോം. സോ സാക്ക അഗൈൻസ്റ്റ് ഷെഫീൽഡ്. അനദർ ഓപ്ഷൻ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് വാക്കിംഗ് അഗൈൻസ്റ്റ് ലൂട്ടൺ. വാക്കിങ്സിന്റെ കളി നമുക്കറിയാം, ആസ്റ്റൺ വില്ലയുടെ ഫോമും നമുക്കറിയാം, ലൂട്ടന്റെ ഡിഫൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വാക്കിംഗ് അഗൈൻസ്റ്റ് ലൂട്ടൺ ഹിസ് എ വെരി ഗുഡ് ക്യാപ്റ്റൻസി ഓപ്ഷൻ. സോ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഹാസ് ടു ബി ഹാലണ്ട്, ദെൻ സാക്ക ആൻഡ് വാക്കിങ്സ്. ഈ 3 ഓപ്ഷനിൽ ആരാണ് നിങ്ങൾക്ക് ക്യാപ്റ്റൻസി വയ്ക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് FPL കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ.